നമസ്കാരം. കിഴക്കൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം, ഇസ്രായേലിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ ഒരുപാട് പേര്, നമ്മുടെ ആളുകൾ അല്ലെങ്കിൽ മലയാളികളും ഇന്ത്യക്കാരുമായിട്ടുള്ള ഒരുപാട് പേര് നാട്ടിൽ കുടുങ്ങിയിരിക്കുകയാണ്. അതായത് എയർപോർട്ട് ഓപ്പൺ ആയിട്ടില്ല, ഇസ്രായേലിൻ്റെ എയർ സ്പേസ് ഓപ്പൺ ആവാത്തൊരു സാഹചര്യത്തിൽ ഇങ്ങോട്ട് വരാൻ പറ്റാതെ വല്ലാതെ ബുദ്ധിമുട്ടുകയാണ്. കുറേ ദിവസങ്ങളായിട്ട് ആളുകൾ വെയിറ്റ് ചെയ്യുകയാണ്, എയർപോർട്ട് ഓപ്പൺ ആകുമോ എന്ന് നമുക്കറിയില്ല. അപ്പം അതിനൊരു പ്രതിവിധി എന്ന വണ്ണം നമുക്ക് ഒരു സൊല്യൂഷൻ എടുക്കാവുന്നതാണ്. വേണമെങ്കിൽ നമുക്ക് ഇത് വളരെ ശ്രദ്ധിച്ച് കേൾക്കാം. അതായത് നിങ്ങളുടെ റീ എൻട്രി 15 ദിവസം അല്ലെങ്കിൽ 10 ദിവസത്തിന് മുകളിലേക്ക് റീ എൻട്രി ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങളിങ്ങനെ ഒരു ഓപ്ഷൻ എടുക്കണം എന്ന് ഞാൻ ഒരിക്കലും നിർദ്ദേശിക്കില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ജോർദാൻ വഴി, അതായത് കൊച്ചിയിൽ നിന്ന്, ഫോർ എക്സാമ്പിൾ നമുക്ക് ഇന്ത്യയിൽ കൊച്ചിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. കൊച്ചിയിൽ നിന്ന് വരുന്ന ഒരാൾക്ക് ജോർദാൻ അഥവാ ജോർദാനിലുള്ള അമാൻ എയർപോർട്ടിൽ വരിക. അമാൻ എയർപോർട്ടിൽ വന്നതിന് ശേഷം നമുക്ക് ഷെയ്ഖ് ഹുസൈൻ അതുപോലെ തന്നെ കിങ് ഹുസൈൻ, ഈ രണ്ട് ബോർഡറുകളാണ് ഇസ്രായേലിലേക്ക് കടക്കാനായിട്ട് നമുക്കുള്ളത്. മെയിൻലി ഇതിനകത്ത് ആലംബിക് ക്രോസിംഗ് എന്ന് പറയും. ആലംബിക് ക്രോസിങ്ങും ഷെയ്ഖ് ഹുസൈൻ ക്രോസിങ്ങും, ഈ രണ്ട് ക്രോസിംഗാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇസ്രായേലിലേക്ക് ജോർദാനിൽ നിന്ന് പ്രവേശിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ജോർദാനിലേക്ക് വരുന്ന സമയത്ത് ഒരു ജോർദാനിൻ്റെ വിസ ഉണ്ടായിരിക്കണം, ജോർദാൻ്റെ ടൂറിസ്റ്റ് വിസ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇങ്ങോട്ട് വരാനായിട്ട് നമുക്ക് വാലിഡ് ആയിട്ടുള്ള ഇസ്രായേൽ വിസ അഥവാ B1 വർക്ക് വിസ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ റീ എൻട്രി പെർമിറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. നമ്മുടെ പാസ്പോർട്ടിന് 6 മാസത്തിന് മുകളിൽ വാലിഡിറ്റി ഉണ്ടായിരിക്കണം. പാസ്പോർട്ടിൽ കാലിയായിട്ടുള്ള പേപ്പറുകൾ മിനിമം 2 പേപ്പറെങ്കിലും കാലിയിടണം. പാസ്പോർട്ടിലെ പേപ്പർ 2 പേപ്പറെങ്കിലും കാലിയായിട്ടുണ്ടായിരിക്കണം. ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇസ്രായേലിലേക്ക് ഇപ്പോൾ തിരിച്ചു വരാവുന്ന ഒരു സാഹചര്യമുണ്ട് ജോർദാൻ വഴി. പക്ഷേ എപ്പോഴും തന്നെ ഇതിനകത്ത് ചെറിയൊരു റിസ്ക് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് സ്ഥിരമായിട്ടും ഈ വഴി വന്നുകൊണ്ടിരിക്കുന്ന ടൂറിസ്റ്റുകൾക്കാണ്. ഇപ്പം നിങ്ങൾക്കൊക്കെ അറിയാം, ഞങ്ങളുടെ ട്രാവൽ ഏജൻസിയൊക്കെ എല്ലാ മാസവും ടൂർ ഗ്രൂപ്പുകളെ കൊണ്ടുവന്നുകൊണ്ടിരുന്ന ഏജൻസിയാണ് ഈ കഴിഞ്ഞ മെയ് വരെ. ഇനിയിപ്പോൾ സെപ്റ്റംബർ മുതലാണ് അടുത്ത ടൂർ ഗ്രൂപ്പ് ആരംഭിക്കുന്നത്. അപ്പം ആ ടൂറിസ്റ്റുകൾക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗേറ്റ് ഓപ്പൺ ആക്കിയിരുന്നത്, അല്ലെങ്കിൽ ഈ ഒരു മാർഗ്ഗം സ്വീകരിച്ചിരുന്നത്. അല്ലാതെ ഫോറിൻ സിറ്റിസൺസ് ആയിട്ടുള്ള ആളുകളെല്ലാം എയർപോർട്ട് വഴിയാണ് ഇങ്ങോട്ട് വരാറ്. അപ്പം ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ വരുമ്പം തീർച്ചയായിട്ടും ഇപ്പം നമ്മൾ അന്വേഷിക്കുമ്പോൾ ഇന്ത്യൻ എംബസി വഴി അന്വേഷിപ്പിച്ചപ്പോഴായാലും ഇവിടെയുള്ള ഇസ്രായേലി സുഹൃത്തുക്കൾ വഴിയും ഇസ്രായേലി ട്രാവൽ ഏജൻറ്റുമാർ വഴിയൊക്കെ നമ്മൾ അന്വേഷിപ്പിച്ച സമയത്ത് B1 വാലിഡ് വിസ ഉള്ള ഒരാൾക്ക് വരുന്നതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്ന് മാത്രമല്ല, കുറച്ച് പേര് ഇപ്പോൾ ഓൾറെഡി ജോർദാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുന്നവരുണ്ട്, എയർ ടിക്കറ്റ് എടുക്കാനായിട്ട് വെയിറ്റ് ചെയ്യുന്നവരുണ്ട്. അടുത്ത ദിവസങ്ങളിൽ തന്നെ ആളുകൾ ആ വഴി വന്നു തുടങ്ങും. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഓൾറെഡി ടിക്കറ്റൊക്കെ എടുത്തിരിക്കുന്ന ഒരാളും നിങ്ങൾക്ക് ഓൾറെഡി കുറച്ച് ദിവസത്തേക്കൊക്കെ ഉണ്ട് റീ എൻട്രി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം. കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ഇസ്രായേൽ ഗവൺമെൻറ് റെസ്ട്രിക്ഷൻസിൽ ഇളവ് വരുത്തിയ ഒരു സാഹചര്യത്തിൽ എയർപോർട്ടും കൂടെ ഓപ്പൺ ആവാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത്ര റിസ്ക് എടുത്ത് ഇത്രയും വലിയ ലോങ് ജേർണി ട്രാവലിങ്ങിൻ്റെ ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അമാൻ എയർപോർട്ടിൽ വന്നിട്ട് നമുക്ക് ഈ പറയുന്ന ഷെയ്ഖ് ഹുസൈൻ ക്രോസിങ്ങിലേക്ക് വരുന്ന സമയത്ത് ഏകദേശം 60 കിലോമീറ്റർ ടാക്സിയിൽ വരണം. മറ്റേതാണെങ്കിൽ 165 കിലോമീറ്റർ എന്തോ ടാക്സിയിൽ വരേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പം എക്സ്പെൻസ് വെച്ച് നോക്കുമ്പോഴും, അതുമാത്രമല്ല ഈ ക്രോസിങ്ങുകൾ സാധാരണഗതിയിൽ തുറക്കുന്നത് രാവിലെ 6 മുതൽ വൈകുന്നേരം 8 മണി വരെ ആണെങ്കിലും ഈ പ്രത്യേക സാഹചര്യത്തിൽ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല വൈകുന്നേരം എത്ര മണി വരെ തുറക്കും എന്നുള്ള കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ രാവിലെ 10 മണിക്കൊക്കെ ആ ക്രോസിങ്ങിൽ എത്തുന്ന രീതിയിൽ ആയിരിക്കണം ആളുകൾ വരേണ്ടത്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ നൈറ്റോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സമയത്താണ് അമാൻ എയർപോർട്ടിൽ വരുന്നതെങ്കിലും അവിടെ തന്നെ ഹോട്ടലെടുത്ത് സ്റ്റേ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അതിനുശേഷം നിങ്ങൾ ടാക്സി എടുത്ത് പിറ്റേ ദിവസം രാവിലെ 10 മണിക്ക് ബോർഡറിൽ എത്തുന്ന രീതിയിലേക്ക് വരുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അത് മാത്രവുമല്ല, ഈ പറഞ്ഞ ഇൻഫർമേഷൻ പ്രകാരം ഈ പറഞ്ഞ ബോർഡർ ക്രോസിങ്ങുകൾ ഇനി ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ യുദ്ധം രൂക്ഷമാകുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രാദേശിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ബോർഡറിൽ ക്ലോസ് ചെയ്യാനും സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് തീർച്ചയായിട്ടും റിസ്ക്കാണ്. പക്ഷേ നമ്മുടെ ജോലി നഷ്ടപ്പെടും, വേറൊരു മാർഗ്ഗവും നമുക്കില്ല എന്നൊരു സാഹചര്യമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ജോർദാൻ വിസയ്ക്കായിട്ടോ മറ്റേ എയർ ടിക്കറ്റായിട്ടോ വേറെ എന്തെങ്കിലും സംശയങ്ങളുമായിട്ടോ എന്തെങ്കിലും ആർക്കെങ്കിലും ബന്ധപ്പെടേണ്ട സാഹചര്യമുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെടാം, അല്ലെങ്കിൽ ഞാനുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഇസ്രായേൽ സംബന്ധമായ ഏതൊരു കാര്യത്തിലും ആർക്കും ഏത് സമയത്തും നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. നന്ദി, നമസ്കാരം.